എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ജയിക്കുന്ന എനിക്ക് തോന്നുന്നു. സുരേഷ് ഗോപി ജയിക്കും. അത് ജയിക്കാൻ സാധ്യത ഈ തവണ നോക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് തന്നെ സാധ്യത ഉള്ളു. ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് തന്നെയാണ് ഇക്കുറി തൃശൂർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കത്തിക്കയറുന്ന വെയിലിനേക്കാൾ കൊട്ടിക്കയറുന്ന തൃശൂർ പൂരത്തേക്കാൾ തിരഞ്ഞെടുപ്പിന്റെ കൊഴുപ്പിലാണ് ഇത്തവണ തൃശൂരുകാർ. മുരളിയോ സുനിൽകുമാറോ സുരേഷ് ഗോപിയോ ആരെടുക്കും ഇക്കുറി തൃശൂർ? ജനങ്ങളുടെ ഒരു അഭിപ്രായ സർവേയിലേക്ക്. നോക്കുകയാണെങ്കിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ കാണുന്നത്? അത് കണ്ടറിയണം. ജനങ്ങളുടെയിലാണ് ഇതിന്റെ താക്കോലുള്ളത്. അവരാണ് വോട്ട് ചെയ്യേണ്ടത്. BJPക്ക് ഇവിടെ സാധ്യതയുണ്ടോ? BJPക്ക് ഇല്ലായില്ല, 50-50 ആയിരിക്കാം, അറിയില്ല. ആരാ ജയിക്കുക തോൽക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഭരണത്തിന്റെ ഇവിടെ BJPക്ക് സാധ്യതയുണ്ടോ? കുറച്ച് വോട്ട് പിടിക്കലാണ്ട് ജയിക്കൊന്നുമില്ല. സുരേഷ് ഗോപി ജയിക്കും. കോൺഗ്രസ് ആണ് അത് ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള സാധ്യത. സുരേഷ് എൻ്റെ തന്നെ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി ജയിക്കണം. എന്നാലാ നമുക്ക് നമ്മളെ ഇതിനെ പറ്റി ചെയ്യാൻ പറ്റുള്ളൂ. സുരേഷ് ഗോപിയായിട്ട് വാദിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മോദിയാണല്ലോ. അപ്പോൾ ആ ഭരണം നമുക്ക് പിന്തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മൾ കേരളം നമുക്ക് സുരക്ഷിതമായിട്ട് പോവാം. അതാണ് എൻ്റെ ഒരു ഉറപ്പ് പറയുന്നത്. ഗോപി തൃശ്ശൂരിൽ ജയിക്കില്ല എന്നൊരു വാദം കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജയിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ട് ആർക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം. ഇവിടെ സുനിൽകുമാറെ ജയിക്കുന്ന പറഞ്ഞു. സുനിൽകുമാർ ഇവിടെ ജയിച്ചു വന്നിട്ട് ആള് എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഏതൊരു ഒരു ചാനല് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഒരു 40-45 വയസ്സായ സ്ത്രീയാണ്. ആ സ്ത്രീ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു പാലം പണിത് സുനിൽകുമാർ പാലം പണിതുണ്ടോ? ഇല്ല, എൻ്റെ അറിവിലില്ല. പിന്നെ ഒരേ വ്യക്തിപരമായിട്ട് ഓരോ അഭിപ്രായങ്ങളിൽ എത്ര ആൾ നിന്നാലും ഒരാൾക്ക് മാത്രം സാധ്യത ഉള്ളൂ. അല്ലാണ്ട് 10 പേര് ജയിക്കുമോ? ഒരു വ്യക്തി ജയിക്കും. അത് ജയിക്കാൻ സാധ്യത ഈ തവണ നോക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് തന്നെ സാധ്യത ഉള്ളൂ. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ആയി തുടങ്ങിയില്ലേ? അപ്പം തൃശ്ശൂർ മണ്ഡലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കാണ് വിജയസാധ്യത തോന്നുന്നത്? എന്തുകൊണ്ടാണ്? പാരമ്പര്യം തുടർന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ മകൻ നിൽക്കുന്നുണ്ടല്ലോ. പാരമ്പര്യങ്ങൾ തുടരാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ മകൻ നിൽക്കുന്നുണ്ടല്ലോ മുരളീധരൻ സാറ്. നല്ല സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ BJPക്ക് സാധ്യത തോന്നുന്നുണ്ടോ? അത്ര പ്രൊഫഷനായിട്ട് വന്നിട്ടില്ലല്ലോ, രംഗങ്ങൾ കീഴടക്കാതെ നിൽക്കുകയല്ലേ, സാധ്യത തോന്നുന്നില്ല. ഇടതുപക്ഷ ആക്സസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഇതുണ്ടല്ലോ, ധാരാളം ജനസാധ്യതയൊക്കെ കൂടുതലുണ്ട്. എന്നാലും ഒരു പ്രൊഫഷൻ വിചാരിച്ചാലും കോൺഗ്രസിന് ഈ ഇതിൻ്റെ വളർച്ച ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കാണ് വിജയസാധ്യത തോന്നുന്നത്? മൊത്തത്തിൽ ആളെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരാളല്ല. പിന്നെ മൊത്തത്തിൽ സിനിമയിലൊക്കെ വന്നിട്ടുള്ള വ്യക്തിയല്ലേ, അപ്പോൾ അത് കാരണം കുറേ നമുക്കറിയാം. പിന്നെ ഈ കോടീശ്വരൻ അങ്ങനത്തേലൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാരണം കുറേ ആളെ പറ്റി അറിയാം. അതുകൊണ്ടാണ് പറ്റുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കില്ല എന്നൊരു വാദം കേൾക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയുക? അത് പലരും സംസാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ജയിക്കുന്ന എനിക്ക് തോന്നുന്നു. തൃശ്ശൂരിനെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇടതു മുന്നണിക്കല്ലേ പ്രാധാന്യമുണ്ട്. ആളും ജയിക്കുന്നുള്ള അഭിപ്രായം തന്നെയാണ് പറയുന്നത്. പക്ഷെ സുരേഷ് ഗോപിയും ജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.